welcome to Starlights. Anyway, today I'm planning to go for a journey. Actually, it's in a bus. So I hope you guys can join me all. I mean, everyone, those who are interested can definitely, everyone is welcome to join with me. So anyway, I hope this is just going to be an ordinary travel. So let's gang together to make it an extraordinary travel. So in Starlights, you know, there is an eminent personality waiting with me for our ride, and who is definitely the heartthrob of today's generation. This heartthrob is a grandson of the film producer of the Udaya studio. Then his dad is also in the same business, like he's a producer, he's a director, and then he's a grandnephew of the Navodaya studio Apachan. So by this time, I guess you might have guessed. Otherwise, I'll give you one or two more clues. Well, his debut was as a child artist in the film Dhanya, which was directed by Fasil. But he made his real romantic appearance and earned the name of romantic hero through his movie Aniyati Pravar and Niram. Yes, by this time you have guessed it right. It is none other than our dear sweet Kunjako Boben. Chakochan. Chakochan is here with us today. So let's go. Let's go for a ride here. Why are we waiting here in the ordinary bus? And Kunjako is there with us. Yes, check it out. Chakochan. No. Good morning. Very good morning to you. Okay. എനിക്ക് ഫസ്റ്റ് ആണ് ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ എന്ത് തോന്നുന്നു മനസ്സിൽ? ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു what do you feel as an actor, as a person? ഞാൻ വിചാരിച്ച ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നാണോ എന്ന് സംശയിച്ചത്. Please note that. As an actor, I think I have matured a little bit. ഒരു this is my 15th year in film industry. Professionally speaking. Otherwise, in the Ayathapadam തുടങ്ങാണെങ്കിൽ it's my age almost. But Aniyati Pravar തുടങ്ങാണെങ്കിൽ ഏകദേശം 15 വർഷം പൂർത്തീകരിക്കുന്നു. And Mallu Singh was my 50th film, 50ാമത്തെ പടം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Feel happy. Happy, more than happy. I am relieved. Because കാരണം എൻ്റെ ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ I was donning the role of a romantic hero almost all the time. Almost all the films were of that type. പക്ഷെ അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം when I came back, I got the license to do so many variety roles, so many variety type of films. അപ്പം അങ്ങനത്തെ ഒരു ലൈസൻസ് ആൾക്കാർ തന്നു എന്ന് പറയുന്നതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന കാര്യം. Above all, I am happy for that. But അതിനേക്കാൾ ഉപരി ഒരു ഐ എം വെരി മച്ച് റിലീവ്ഡ്. Yes, and definitely ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവി ഓർഡിനറി പേര് സൂചിപ്പിക്കുന്ന പോലെ അല്ല, വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിവ്യൂസും കളക്ഷൻസും ഒപ്പീനിയനും എല്ലാമാണ് ഓർഡിനറി നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. സോ അത് 2012 ദ ഫസ്റ്റ് ജെനുവിൻ ഹിറ്റ് എന്നുള്ളൊരു പദവി നേടി അത് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി സഞ്ചാരമാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഓർഡിനറി ബേസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ ബസ്സിൽ കൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ ജനലിൽ കൂടെ ത്രൂ ദ വിൻഡോ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് വിഷ്വൽസ് ആർ ദേർ. അപ്പൊ അങ്ങനെ നമ്മൾ കാലഘട്ടത്തിനെ നോക്കുകയാണെങ്കിൽ സോ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം what do you feel in your life? അത് ഈ പറയുന്ന പോലെ ബാല്യകാലം തന്നെ ആയിരിക്കും. കാരണം അന്ന് നമ്മൾ ഭാവിയെ പറ്റി എന്താണ് നമുക്കറിയില്ല. ചെറിയ ചെറിയ വിഷമങ്ങളും വലിയ വലിയ സന്തോഷങ്ങളൊക്കെ ആയിരിക്കാം. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. ഒരു ചെറിയ മിഠായി കിട്ടിയാൽ അതിന്റെ ഒരു സന്തോഷം, ഒരു ചെറിയ കളിപ്പാട്ടം കിട്ടിയാൽ അതിന്റെ ഉള്ള സന്തോഷം. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ സിനിമയിൽ വന്ന് ഇത്ര നാളുകൾക്ക് ശേഷം ഒരുപാട് പടങ്ങൾ ദൈവം സഹായിച്ച് വിജയിക്കുമ്പോൾ ആൾക്കാരോടുള്ള പ്രതിബദ്ധത കൂടുകയാണ്, കമ്മിറ്റ്മെന്റ് കൂടുകയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ടെൻഷനുകൾ നമുക്ക് തരുന്നു. പക്ഷെ ആ ടെൻഷനുകൾ ആസ്വദിക്കുന്നു ഞാൻ. കാരണം അങ്ങനത്തെ ഒരു ടെൻഷൻ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു. അതർവൈസ് ഞാൻ ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് വാട്ട് ഐ എം ഗെറ്റിംഗ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങളാണ് ഈശ്വരൻ എനിക്ക് നൽകുന്നത്, സിനിമയിലൂടെ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ ഈ ഓർഡിനറി ഫിലിമിൽ ആ ക്യാരക്ടറെ കുറിച്ചും അതിന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും ജസ്റ്റ് ഫ്യൂ വേർഡ്സ്. ഓർഡിനറിയുടെ കഥ എൻ്റെ ഒരു
നട്ഷൽ എന്ന് പറയുന്ന സംവിധായകൻ സുഗീത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് റേസ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. പക്ഷെ അന്ന് സുഗീത് എൻ്റെ അടുത്ത് വേറൊരു കഥയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പക്ഷെ അത് എനിക്കെന്തോ അത്ര താല്പര്യം തോന്നിയില്ലായിരുന്നു. അപ്പം ആ സ്ക്രിപ്റ്റിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സുഗീത് എൻ്റെ അടുത്ത് ആ ലൊക്കേഷനിൽ വന്നു. ഞാൻ സുഗീത് എനിക്ക് ആ സിനിമയോട് എന്തോ ഞാൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല, കഥ നല്ലതാണ്, ഓക്കെ, പക്ഷെ എന്തോ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ആളെ നോക്കിക്കോളൂ, നമുക്ക് ഇനി വേറെ പടം ചെയ്യാം. അപ്പം സുഗീത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഓർഡിനറി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബസ്സിന്റെ സംഭവമുള്ളൊരു കഥയുണ്ട്, ചുമ്മാ ഒന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ വളരെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയപ്പം എനിക്കെന്തോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഒരു ഇഷ്ടം ആദ്യമേ തോന്നി. നമ്മുടെ സ്ക്രിപ്റ്റ് 1 ലൈൻ പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കൊണ്ടുതരുന്നു. അത് പിറ്റേ ദിവസം തന്നെ ഞാൻ വായിച്ച് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രിയയോട് പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു. അപ്പൊ അവളോട് ഞാൻ കഥ പറഞ്ഞു കൊടുത്തു, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരിക്കും ഭയങ്കരമായിട്ട് ത്രില്ലായി. അപ്പോൾ അതൊരു ടെസ്റ്റ് ഡോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പ്രിയ എന്ന് പറയുന്നത് എന്റെ ഒരു എന്താ പറയാ ഒരു എക്സ്പെരിമെന്റൽ ഒരു ഏരിയ. കാരണം പുള്ളിക്കാരി വളരെ സാധാരണ ഒരു ഓഡിയന്റെ തലത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒരു കോമൺ ഓഡിയന്റെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനെയായിരിക്കും ആ സിനിമ അക്സെപ്റ്റബിൾ ആവുക എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ പരീക്ഷിക്കുന്നത് എന്റെ ഭാര്യയിലാണ്. അപ്പൊ അത് വിജയം കണ്ടു. ഓക്കെ, ഇറ്റ് വോണ്ട് ബി എ ബാഡ് ഫിലിം, നല്ലൊരു സിനിമയാവാൻ സാധ്യതയുള്ള പടം. സുഗീതിന്റെ അടുത്ത് ഞാൻ ശരി നമുക്കത് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ എനിക്ക് വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തത് ഈ ഇരവിക്കുട്ടൻപിള്ള എന്ന് പറയുന്ന കണ്ടക്ടർ വേഷം, ആ പേര്. ഈ പണ്ട് ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന പേര് ഒരു പഴയ പേരല്ലേ, ഒന്ന് മാറ്റി എന്താ പറയുക യോ ആക്കി ഒരു ബോബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലേക്ക് ആക്കാൻ പറ്റില്ല എന്ന് ആൾക്കാർ ചോദിച്ചു. അത് വേണ്ട, നമ്മള് പഴയ ആളാണ്, പഴയ ഒരു എന്താ പറയാ പഴയ കുടുംബത്തിൽ നിന്ന് വരുന്നു, അത് തന്നെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരവിക്കുട്ടൻപിള്ളയുടെ ആ ഒരു പേര് കേട്ടപ്പോ തന്നെ എനിക്ക് എന്തൊരു ആകാംക്ഷ തോന്നി, ഒരു ഇഷ്ടം തോന്നി. അതിൽ ആ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, എന്റെ അടുത്ത് പേര് ചോദിക്കുകയാണെങ്കിൽ എന്താ പേര് ചോദിക്കുമ്പോൾ ഈ രവി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഇരവിക്കുട്ടൻപിള്ള എന്ന് ഫുള്ളായിട്ട് പറയില്ലായിരിക്കും, പുള്ളിക്ക് ഒരു ചളുപ്പ് പോലെയാണ്. അപ്പൊ അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് കോർത്തിണക്കി പോകുന്ന ഒരു കഥയാണ് ഓർഡിനറി എന്ന് പറയുന്നത്. നമ്മൾ യാത്ര ചെയ്യാണല്ലോ ഓർഡിനറി ബസ്സിൽ. ഇപ്പം അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പറയണ്ടായി എല്ലാ കഥകളും പ്രിയ ചേച്ചിയോട് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു. പക്ഷെ അതിൽ എല്ലാവരോടും രഹസ്യമാക്കി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, പ്രണയം. പ്രിയ ചേച്ചിയുമായിട്ടുള്ള പ്രണയവും. പ്രിയോട് ഞാൻ എന്റെ പ്രണയം ഒളിപ്പിച്ചു വെച്ചു. മൈ ഗോഡ്. പക്ഷെ പ്രിയ ചേച്ചിയായിട്ടുള്ള പ്രണയം, ഇറ്റ് വാസ് ലൈക്ക് നോബഡി ന്യൂ ദാറ്റ് യു വെർ ഇൻ ലവ്. പക്ഷെ എവരിബഡി ഗോട്ട് ഷോക്ക്ഡ് മാരേജ് സമയത്ത്. സോ ഹൗ കുഡ് യു ഡു, ലൈക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റിയത്? ഒരിക്കലും ഞാൻ പ്രണയം ഇല്ല എന്നോ ഉണ്ടോ എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പലരും എന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് വരുമ്പം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് അന്ന് കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത് അവരെ തന്നെ ടോട്ടലി കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഡിപ്ലോമാറ്റിക് ആൻസേഴ്സ്. പ്രണയിക്കുന്നുണ്ടോ, ഇല്ലേ, ഭ്രാന്തനാണോ, അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു ഉത്തരവായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കുക. പിന്നെ എന്റെ കൂടെ അഭിനയിച്ച് എനിക്കൊന്ന് കാവ്യയോടാണെന്ന് തോന്നുന്നു. എനിക്കൊരു പ്രണയമുണ്ട്, പുള്ളിക്കാരുടെ പേര് ഇതാണ്, പ്രിയയാണെന്നല്ല വേറെ പേര് പറഞ്ഞു, ഭയങ്കര നീണ്ട മുടി. അതായത് പ്രിയ എന്തൊക്കെ അല്ലാതെ ഉണ്ടോ അതൊക്കെ ആയിട്ട് ഞാൻ എന്റെ പ്രണയിനിയെ വർണ്ണിച്ച് കാവ്യയുടെ അടുത്ത് പറഞ്ഞു. കാവ്യ പുള്ളിക്കാരി പാവമായതുകൊണ്ട് ഇതെല്ലാം വിശ്വസിച്ചു. അപ്പൊ ചാക്കോച്ചേട്ടൻ എന്റെ അടുത്ത് മാത്രമേ പ്രണയത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പത്രത്തിൽ ഫോട്ടോ വന്ന് കണ്ടതിന് ശേഷമാണ് എന്നെ വിളിച്ചിട്ട് എടാ ദുഷ്ടാ ഇതാണല്ലോ എന്റെ അടുത്ത് മൊത്തം കള്ളം പറഞ്ഞില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ പ്രണയം ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ പ്രണയത്തെ കുറിച്ച് അറിയാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരറിഞ്ഞിട്ടൊരു 5 കൊല്ലത്തോളം പ്രണയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഈ 5 കൊല്ലം ഗ്യാപ്പ് ഇട്ടത് ഫിലിം ഫീൽഡിലായതുകൊണ്ടുള്ളൊരു ഇതാണോ അതോ? അല്ല, പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞ ഉടനെ ഞാൻ പുള്ളിക്കാരി പ്രേമിക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ എന്തോ പ്രായപൂർത്തിയായില്ലെങ്കിൽ കെട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ലോ ഒക്കെ അന്ധവിശ്വാസം. അങ്ങനെ ആ പ്രണയം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതിന്റെ ഒരു ത്രില്ല് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ദൈവം സഹായിച്ച്. ലെറ്റ് ഇറ്റ് ബി സോ ടിൽ ദ എൻഡ്. ഓക്കെ, അപ്പൊ കമ്മിങ് ബാക്ക്, ഈ ഒരു കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, അതിനെ കുറിച്ചൊക്കെ ഒരു. സ്കൂൾ ലൈഫില് എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സ്പോർട്സിലും
കൾച്ചറൽ ആക്ടിവിറ്റീസിലും എല്ലാം ഇൻവോൾവ് ആവണമെന്ന് എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഗ്രാൻഡ് മദറിന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ എലക്യൂഷൻ കോമ്പറ്റീഷനൊക്കെ വിടും, പോയം ടെല്ലിങ്, പിന്നെ ഡാൻസ്. ഇപ്പോൾ ഡാൻസ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി എന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നിർബന്ധം കാണിച്ച ഒരാളാണ്. ഒരു വർഷം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു, എൻ്റെ അരങ്ങേറ്റം നടത്തി. അതിനുശേഷം ഞാനത് നിർത്തി. കാരണം ഭരതനാട്യം അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കുള്ള സംഭവമാണെന്നാണ് ഞാൻ പൊതുവെയുള്ളൊരു ധാരണ. അപ്പോൾ അത് ഞാൻ നിർത്തി. പക്ഷെ അന്ന് പഠിച്ച അല്ലെങ്കിൽ എന്നെ അന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും പിന്നീട് ഞാൻ സിനിമയിൽ വന്നപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ച കാര്യങ്ങളായിട്ട് മാറി. ഇപ്പോൾ ഡാൻസിലായാലും അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഡബിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, ആ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയ ഘടകങ്ങളിൽ പലതുമായിട്ട് മാറി. പിന്നീട് ഈ ക്ലാസിക്കൽ ഡാൻസ് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാർഷൽ ആർട്സ് പഠിക്കാൻ പോയി, കരാട്ടെ. അപ്പൊ ഞാനൊന്ന് പേടിക്കണം. വൈറ്റ് ബെൽറ്റ് ആണ് ഞാൻ, അതുകൊണ്ട് പേടിക്കണം. കാരണം വൈറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ബെൽറ്റാ, അതില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കരാട്ടെ പഠിക്കാൻ പോയിട്ട് 2 മാസം കൊണ്ട് ഞാനത് നിർത്തി. കാരണം അതെന്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ചെയ്യായിരുന്നു. പിന്നെ പഠിക്കാൻ അത്യാവശ്യം എടുക്കാനായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോഴേക്കും പക്ഷെ ഞാൻ നേരെ തിരിച്ചായി. പ്രീ ഡിഗ്രി ഞാൻ SB കോളേജിലാണ് പഠിച്ചത്, ചങ്ങനാശ്ശേരി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനത്തെ യാതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇടപെടാതെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഓവർ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു പ്രശ്നങ്ങൾക്കുമില്ല. പിന്നീട് തിരിച്ച് ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. പക്ഷേ SB കോളേജ് വന്നപ്പോൾ ഞാൻ അങ്ങനെയല്ല. കാരണം സ്കൂളിൽ നിന്ന് നേരെ കോളേജിലേക്ക് വന്നപ്പോൾ ഞാൻ വഴിതെറ്റി പോകുമെന്നുള്ളൊരു പേടി എൻ്റെ പേരൻസിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ എക്സ്ട്രാ ഡീസൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് തിരിച്ച് ആലപ്പുഴയിലേക്ക് വീണ്ടും വന്നപ്പോൾ SD കോളേജിൽ BCom പഠിക്കാനായിട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാൻസ് കോമ്പറ്റീഷൻ, നാടക മത്സരങ്ങൾ, അത് ഇത് അതിലൊക്കെ വളരെയധികം ഇൻവോൾവായി. അങ്ങനെ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് അനീതി പ്രാവിലേക്ക് പാച്ചിക്ക വന്ന് വിളിക്കുന്നതും പിന്നെ ഹിസ്റ്ററി അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് ഈ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പോൾ ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. So coming back to the chat with a sweet superhero എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. It's a very അതാ ഇവിടെ നിന്ന് ചമ്മുന്നുണ്ട് ചെറുതായിട്ട്. But I really like that cute smile on your face with Chakocha. So we were talking about our ordinary bus and our journey through that ordinary. So what is exactly something extraordinary in your life? What do you feel? Apart from being an actor. Extraordinary things that happened in my life. Yep. The very birth. Okay. കാരണം ഇത്രയും വലിയൊരു സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു എക്സ്ട്രാordinary ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ സിനിമയിലേക്ക് ആദ്യം അഭിനയിക്കും വന്നപ്പോൾ അനീതിപ്രാവിൽ അഭിനയിച്ചപ്പോൾ ഒരിക്കലും സിനിമ അഭിനയം ഒരു പ്രൊഫഷനായിട്ട് തുടരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. സിനിമയിൽ അഭിനയിക്കണം എന്ന് തന്നെ ആഗ്രഹമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലെ പടങ്ങൾ ചെയ്യുമ്പോഴും പടങ്ങൾ വിജയിക്കുന്നു, ചില സിനിമകൾ പരാജയപ്പെടുന്നു, ആൾക്കാർ റൊമാൻറ്റിക് ഹീറോ ആണെന്ന് പറയുന്നു. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സിനിമയെ വളരെ ഗൗരവമായിട്ട് ഞാൻ ഒരിക്കലും അന്ന് കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. അതിനുശേഷമുള്ള തിരിച്ചുവരവ്, അത് സംഭവിക്കുക എന്ന് പറയുന്നത് അതും എക്സ്ട്രാordinary ഹാപ്പനിങ്സ് ആണ്. കാരണം ശരിക്കും ഒരു 2 വർഷം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ആദ്യം വന്നതിനേക്കാൾ വളരെ നല്ല ക്യാരക്ടേഴ്സ്, സിനിമകൾ, ആൾക്കാർ ഇരുകയും നീട്ടി സ്വീകരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പരിധിയിൽ കൂടുതൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും that is also something extraordinary. Usually that doesn't happen with actors. പണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ like ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ then it is very difficult. But in your case total scenario. ഇപ്പം മമ്മൂക്കയ്ക്ക് ഇതേപോലെ ഒരു ഫേസ് വന്നിട്ടുണ്ടായിരുന്നു. കുറെ സിനിമകൾ അദ്ദേഹത്തിന്റെ പരാജയപ്പെടുന്നു. അതിനുശേഷം ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന് റീബർത്ത് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും അതിന് മുമ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വെറൈറ്റി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട്. എന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് മിക്കവാറും ഈ പറയുന്ന സോക്കോൾ ചോക്ലേറ്റ് അല്ലെങ്കിൽ ക്യാമ്പസ് ഓറിയന്റഡ് അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു ഒരു 99% ഫിലിംസ്. അപ്പം അങ്ങനെ ഉള്ളൊരു ഇമേജ് ഉണ്ടായിരുന്ന ഒരാൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഇമേജുകളിലുള്ള ക്യാരക്ടേഴ്സ്, പല ടൈപ്പിലുള്ള സിനിമകൾ, അതൊക്കെ ആൾക്കാർ വിജയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ that is something extraordinary. Yeah, everybody like you, that's the reason.
അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. About your family background, grandson of Namda Udaya Studios and a grandson, then your dad is definitely producer, director angane, and then Navodaya Studio opportunity grand nephew. So, ഈ ഒരു family background, did it help you in any way? തീർച്ചയായും ഇനീഷ്യൽ ഡേയ്സിൽ ഈ പറയുന്ന പോലെ ഞാൻ താല്പര്യമില്ലാതെ വന്ന ഒരാളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഞാൻ ആരാണെന്നുള്ള രീതിയിൽ ഞാൻ ആരായിരുന്നു അറിയപ്പെട്ടത് ഈ പറയുന്ന ആൾക്കാരുടെ പേരുകളിലായിരുന്നു. കുഞ്ചാക്കോ എന്ന് പറയുന്ന ഒരു പേര് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരാണ്. ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്ന ബാനർ. പിന്നെ അങ്ങനത്തെ ആ ഒരു ലേബലിൽ വന്നിട്ട് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനേക്കാൾ നന്നാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പണ്ട് ഇടക്കാലത്ത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഉദയ എന്ന് പറയുന്ന ബാനർ തന്നെ വേണ്ട എന്ന് ഒരു അബദ്ധ സമയത്ത് ഒരു ദുർബുദ്ധിയുള്ള സമയത്ത് വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷെ പിന്നീട് സിനിമയിൽ ഞാനൊരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഉദയ എന്താണ്, അതിൽ മലയാള സിനിമയിൽ ഉദയക്കുള്ള സ്ഥാനം എന്താണ്, ഉദയ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കുള്ള ഫീല്, അതൊക്കെ ശരിക്കും നേരിട്ട് അനുഭവിച്ചപ്പോഴാണ് ഉദയ എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പണ്ട് ഈ പറയുന്ന പോലെ പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മ, പക്ഷെ അത് വീണ്ടും വെൻ വി മെച്യൂർ നമ്മൾ അന്ന് കാണിച്ച അല്ലെങ്കിൽ വിചാരിച്ച മണ്ടത്തരങ്ങൾ, ബുദ്ധിമോശമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിയാണ് ശരിക്കും വരാറ്. പക്ഷെ ഇപ്പോൾ ഐ നോ വാട്ട് ഉദയ ഈസ് ആൻഡ് വാട്ട് ഉദയ ഷുഡ് ബി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വീണ്ടും ഉദയ തിരിച്ചു വരുമ്പോൾ അത് ഒരിക്കലും ഒരു മോശം സിനിമയിലൂടെ ആവരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഉദയയുടെ ബാനറിൽ ഡെഫിനറ്റ്ലി എ ഫിലിം വിൽ കം, അറ്റ്ലീസ്റ്റ് വൺ ഫിലിം, ആൻഡ് ദാറ്റ് ഷുഡ് ബി ആൻഡ് ദാറ്റ് വിൽ ബി എ ഗുഡ് ഫിലിം. ആൻഡ് പിന്നെ ഒരു കോൺട്രവേഴ്സീസ് ഗോസിപ്സ് വളരെ കുറവ് കേട്ടൊരു നടനാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ് ആക്ച്വലി? ഇല്ല, ഇപ്പം കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഗോസിപ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, വളരെ വളരെ ഈസിയാണ്. അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ വരുമ്പോൾ ഒരാൾക്ക് അയാളുടെ പേരും അയാളുടെ പടവും മെയിൻ മാധ്യമങ്ങളിൽ വരണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കൊരു ഗോസിപ്പ് അല്ലെങ്കിൽ റൂമർ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കണമെങ്കിൽ എനിക്കിപ്പോ നേരെ വന്ന് ഇയാളെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെച്ചാൽ ദാറ്റ് വിൽ ബി ഒരു ഇഷ്യൂ ആയി. അത്ര സിമ്പിളാണ്. അത്ര സിമ്പിളാണ് കാര്യം. അതിനു മുമ്പ് എന്റെ ഭാര്യ എന്നെ കൊല്ലും, അത് വേറെ കാര്യം. സോ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട്, നമ്മുടെ ജോലിയോടുള്ള ആത്മാർത്ഥത, അത് അധ്വാനം, അതെല്ലാം കൊണ്ടിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട്. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ അയാളെ പറ്റി നല്ലത് പറയുമായിരിക്കും. പക്ഷെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എല്ലാവരും മോശം മാത്രമേ പറയുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ എന്റെ മുമ്പിലും എന്റെ പുറകിലും ആൾക്കാർ നല്ലത് മാത്രം പറയുന്നു. അതിന് അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അതൊരു പ്രശ്നം. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഐ ആം ബ്ലെസ്ഡ്. One of the things which I heard about you was like serious question ആണ്. ഒരിക്കൽ തിരിച്ചു വന്ന സമയത്ത് കുഞ്ചാക്കോ ബോബന് 1 കോടി എന്നുള്ളൊരു ടൈറ്റിലൊരു മാഗസിൻ ഇറങ്ങിയിരുന്നു. അത് തെറ്റിദ്ധരിച്ച് എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് ഇൻഷുറൻസ് ഏജന്റുമാരാണ്. LIC പോളിസി ഫസ്റ്റ് ഞാൻ പറഞ്ഞു അത് 1 കോടി എന്റെ റെമ്യൂണറേഷൻ അല്ല, അത് എന്റെ സിനിമകൾക്ക് കിട്ടുന്ന സാറ്റലൈറ്റ് വാല്യൂസ് ആണത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ആദ്യം വന്നത് സകുടുംബം ശ്യാമള എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴാണ് ഒരു റൈറ്റപ്പ് വന്നത്. ഗുലുമാലാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് നായകനായിട്ട്. അതെ, ഗുലുമാലില് തുടങ്ങി. പിന്നെ എൽസമ്മ എന്ന ആൺകുട്ടി, അതിനു മുമ്പ് മമ്മി ആൻഡ് മീ, ഈ 2 ചിത്രങ്ങളും വൻ വിജയങ്ങളായി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ പേരിലൊരു സാറ്റലൈറ്റ് വാല്യൂ വരാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിജയ സിനിമകളിൽ നായകനായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുശേഷം ഓർഡിനറി എന്ന് പറഞ്ഞൊരു സിനിമ, സൂപ്പർ ഹിറ്റ്സ്, പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ സിനിമകളാണ് കൂടുതലും, ദൈവം സഹായിച്ചത്. അപ്പോൾ അതിനുശേഷം ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് ഒക്കെ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് നടക്കാതെ പോകുന്നത് എന്നുള്ളത് എന്നെ പലപ്പോഴും അലട്ടിയിട്ടുള്ള കാര്യമാണ്. കാരണം നിരന്തരമായിട്ട് സിനിമ പരാജയപ്പെടുന്ന ആൾക്കാരുടെ ഈ പറഞ്ഞ ബിസിനസ് കൂടുതൽ നടക്കുന്നു. എന്നിട്ട് പോലും അവരുടെ പടങ്ങൾക്ക്
ഇനിഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞ സിനിമകൾക്ക് പോലും ഇനിഷ്യൽ ഉണ്ടാവാതെ പോകുന്നു. ആ ഒരു സമയത്താണ് വളരെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സിനിമയിലെ ആൾക്കാർ പ്രത്യേകം പറഞ്ഞ ആ ഒരു പടം തിയേറ്ററിൽ വരുന്നു. 2012 ആദ്യം ഏറ്റവും കൂടുതൽ ഇനിഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ള സിനിമ ഇതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ, എനിക്ക് തോന്നുന്നു 12 ദിവസം കൊണ്ട് 2.5 കോടി രൂപ ഷെയർ മാത്രം വന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വേരിയേഷൻ വരുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കണക്കാണ്. ബട്ട് ദാറ്റ് വിൽ പാസ്. കാരണം ഇവൻച്വലി യഥാർത്ഥത്തിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ മാത്രമേ നടക്കുള്ളൂ, വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ സാറ്റലൈറ്റ് വാല്യൂ നൗ? ഇനിയിപ്പോ കൂടി കാണുമായിരിക്കും, ദൈവം സഹായിച്ച്. ലെറ്റ്സ് ഹോപ്പ് സോ, ഫിംഗേഴ്സ് ക്രോസ്. Fine. So, as an actor, how do you grade yourself in 1 to 10 scale? അങ്ങനെ ഐ ആം നോട്ട് എ ബാഡ് ആക്ടർ. അതെനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഫിഡൻസോടെ പറയാൻ സാധിക്കും. പിന്നെ ഐ എം നോട്ട് ദാറ്റ് മച്ച് എ വെരി ഗുഡ് ആക്ടർ. കാരണം പണ്ട് ആൾക്കാർക്കും സിനിമാക്കാർക്കും പൊതുവെ ഒരു ഭയമുണ്ടായിരുന്നു എന്നെ കൊണ്ട് ഹ്യൂമർ കഥാപാത്രങ്ങൾ ചെയ്യിക്കാനായിട്ട്. ഹ്യൂമർ എനിക്ക് വഴങ്ങില്ല. അപ്പം അന്നും ഞാൻ പറയാറുണ്ടായിരുന്നു, എല്ലാവർക്കും അവരവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചുള്ള ഒരു ഹ്യൂമർ പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ശ്രീനിയേട്ടന്റെ ഒരു ഹ്യൂമർ പാറ്റേൺ അല്ല അമ്പിളിച്ചേട്ടൻ്റെ, അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഹ്യൂമർ പാറ്റേൺ അല്ല ഇന്നസെന്റ് ചേട്ടൻ. വളരെ ഗൗരവക്കാരനാണെന്ന് നമ്മൾ കരുതിയിരുന്ന മമ്മൂക്ക വരെ ഹ്യൂമർ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ മമ്മൂക്ക വരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ പടങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള എൻ്റെ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിന് പറഞ്ഞിട്ടുള്ളൊരു ഹ്യൂമർ ക്യാരക്ടർ വരികയാണെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പല അവസരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യം വന്നൊരു ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് ഗുലുമാലാണ്. അതിനുശേഷം എൽസമ്മ എന്ന ആൺകുട്ടി, അതിനുശേഷം പാലുണ്ണി, അതിനുശേഷം എനിക്ക് വന്ന് ഈ പറയുന്ന ഓർഡിനറിയിലെ ഇരവിക്കുട്ടൻപിള്ള. അതിൽ എനിക്ക് ആൾക്കാർ ശരിക്കും നല്ലൊരു ഫ്രീഡം തന്നിട്ടുണ്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യാനായിട്ട്. എനിക്കൊന്ന് പിന്നെ ഇപ്പൊ മല്ലു സിംഗിലെ കഥാപാത്രമാണെങ്കിൽ പോലും കുറച്ചും കൂടെ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഹ്യൂമർ ചെയ്യാനായിട്ടാണ്. ആൾക്കാർ ചിരിക്കണം. നമ്മളൊരു ഹ്യൂമർ ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് ബാഡ്. അപ്പോൾ ഒരു അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഹ്യൂമർ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ 2ാം വരവിൽ ഞാൻ ഹ്യൂമർ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആൾക്കാർ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഒരു നല്ലൊരു നടൻ എന്നുള്ളതിന്റെ യാത്രയിൽ അതൊരു ബോണസ് മാർക്കാണ് എനിക്ക്. പക്ഷെ റേറ്റിംഗ് ഇല്ല. റേറ്റിംഗ് ഞാനല്ല റേറ്റ് ചെയ്യേണ്ടത്, അത് ആൾക്കാരാണ് റേറ്റ് ചെയ്യണം. യു റേറ്റ് മീ. ഓ ഫൈൻ, ദാറ്റ്സ് എ ഡിപ്ലോമാറ്റിക് ആൻസർ. പറയൂ, റേറ്റ് ചെയ്തിട്ട്. ഞാനൊന്നും പറയും. ശരി, ഓക്കേ. You are good, you are great. Thank you. ഇനി സൂപ്പർ സ്റ്റാർസ് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ലെറ്റ്സ് ഫേസ് അനദർ ഡിപ്ലോമാറ്റിക് ആൻസർ. അത് ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെയാണ്. എനിക്ക് തോന്നുന്നു 99% മലയാളികളോടും ഈ ചോദ്യം ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും അവർ പറയുന്നത്. 2 ആൾക്കാരെ നമുക്ക് ഇഷ്ടമാണ്. എം വെച്ച് തുടങ്ങുന്നൊരു നടൻ. അത് തന്നെ. 2 പേർക്ക് മീശയുണ്ട്. അതെ, 2 പേരും കാണാൻ നല്ലതാണ്, നല്ലപോലെ അഭിനയിക്കുന്നവരാണ്. മമ്മൂക്കയും ലാലേട്ടനും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അവരുടെ കഥാപാത്രങ്ങൾ, അവർ ചെയ്ത സിനിമകൾ, അതെല്ലാം ഇപ്പോഴും വളരെ ആരാധനയോടെ, ബഹുമാനത്തോടെ, ആശ്ചര്യത്തോടെ കാണുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇവരിൽ 2ൽ ആരാണ് കേമൻ അല്ലെങ്കിൽ ആരാണ് മെച്ചം എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രം ഞാൻ ഒരു എന്താ പറയാ ഇവാലുവേറ്റർ ആയിട്ടില്ല. കാരണം ഇപ്പം മലയാളികളുടെ ഒരു പ്രശ്നം ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ കിലുക്കം കിളിയിലക്കത്തില് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. വീണ്ടും മമ്മൂക്കയുടെ കൂടെ പിന്നീട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പം അത് ഐ ഹാവ് ടു മേക്ക് അമെൻസ് ഫോർ ദാറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റി, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഓർക്കൂട്ട് എന്ന് പറയും. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ നമ്മൾ മലയാളികളാണ് ഏറ്റവും മോശമായിട്ടുള്ള കമന്റ്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡേർട്ടി പിക്ചർ എന്ന് പറയുന്നൊരു സിനിമ, അതിൽ വിദ്യാബാലൻ എന്ന് പറയുന്ന ഒരു മലയാളി അഭിനയിച്ചൊരു സിനിമ, നാഷണൽ അവാർഡ് കിട്ടിയ പെർഫോമൻസ്. ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഫേസ്ബുക്കിൽ പല കമന്റ്സുകൾ കാണുമ്പോൾ
പല ഇന്ത്യയിൽ തന്നെ പല ആൾക്കാർ, പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പല ഭാഷക്കാർ കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ മാത്രമാണ് ഏറ്റവും മോശമായിട്ടുള്ള കമന്റ്സ് അതിൽ ചെയ്തിട്ടുള്ളത്. അത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം വേദന നൽകിയ ഒരു കാര്യമാണ്. കാരണം മലയാളികൾ ഇപ്പം ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവരുടെ ഫ്രസ്ട്രേഷൻസ് ഡംപ് ചെയ്യാനായിട്ടുള്ളൊരു ഗാർബേജ് ഏരിയ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പല സത്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ ചിലപ്പം ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. പക്ഷെ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം, വിളിച്ചു പറയണം എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രവണതയല്ല. ആ സത്യങ്ങളെന്ന് പറയുന്നത് മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു സത്യം വിളിച്ച് പറയലാണെങ്കിൽ യു ഷുഡ് അവോയ്ഡ് ദാറ്റ്. കാരണം അങ്ങനെ നീ പറയുമ്പോൾ നിനക്കെതിരെ ഒരുപാട് സത്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറയാനുണ്ടാവും. അത് മാത്രം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. ഒരു അക്കൗണ്ട്, പക്ഷെ എന്റെ 17 ഫേക്ക് അക്കൗണ്ട്സ് വേറെ ഉണ്ട്. ഞാൻ ആ അക്കൗണ്ടിലോട്ട് ഞാൻ തന്നെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഞാൻ വേറെ കുഞ്ചാക്കോ ബോബനാണ്, എന്നെ ഒന്ന് ആഡ് ചെയ്യൂ ഞാനും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഫൺ. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ കുഞ്ചാക്കോ ബോബനെ നമ്മൾ ചാറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന റിപ്ലൈ ചിലപ്പോ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ തന്നെ വന്ന ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കോമിക് സ്ട്രിപ്പാണ്. ഒരാളുടെ ഫ്യൂണറൽ, ഒരുപാട് ഒഴിഞ്ഞ കസേരകൾ, രണ്ടുപേര് മാത്രം സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിലൊരാള് മറ്റേ ആളോട് പറയാണ്, ഞാൻ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിച്ചു, കാരണം ഇയാൾക്ക് മോർ ദാൻ 5000 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അപ്പൊ അത് ദാറ്റ് ഈസ് ഫേസ്ബുക്ക്. റിയൽ ലൈഫ് ഫ്രണ്ട്സും ഫേസ്ബുക്ക് ഫ്രണ്ട്സും എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ യഥാർത്ഥ ജീവിതത്തിലുള്ള, നമ്മൾ നേരിട്ട് കാണുന്ന, നമുക്കറിയാവുന്ന കൂട്ടുകാരുമായിട്ട് ഫേസ്ബുക്കിലൂടെ അല്ലാതെ റിയൽ ലൈഫിൽ ബന്ധം പുലർത്താൻ ശ്രമിക്കുക. ഫേസ്ബുക്ക് റിയാലിറ്റി അല്ലേ? എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. പക്ഷെ ഇപ്പൊ വരുന്ന എല്ലാ ജനറേഷനും എല്ലാവരും ഇപ്പൊ USA-ലൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. We should go with the technology, but we shouldn't avoid the basic human contacts. അതാണ്, അത്രേ ഉള്ളൂ. ഒരിക്കലും ഹ്യൂമൻ മൈൻഡിനെ മെഷീനിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. റിയൽ അക്കൗണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു കുഞ്ചാക്കോ. സിമ്പിൾ. ഫൈൻ. അപ്പൊ എല്ലാവരും കാണുന്ന ഓൾ ബ്യൂട്ടിഫുൾ ഗേൾസ്, ബ്യൂട്ടിഫുൾ അല്ലെങ്കിലും ഗേൾസ് ആൻഡ് ബോയ്സ്, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ബ്യൂട്ടിഫുൾ ഗേൾസ് ആണെങ്കിൽ പ്രത്യേകം അറിയാം. When you send a request, just keep that. I'm a very beautiful. എന്റെ വൈഫും എന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്, ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഗേൾസ് ബിവേർ. അതെന്താ വിശ്വാസക്കുറവുണ്ടാണോ? അല്ലല്ല, അത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. വൈഫായിട്ട് ഒന്നും ഒരു സീക്രട്സ് ഇതുവരെ ഒളിപ്പിച്ചു വെച്ച അങ്ങനെ അതിന്റെ ആവശ്യങ്ങളില്ല. പുള്ളിക്കാരിക്ക് വേദനിക്കുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഞാൻ കുറച്ച് നേരത്തേക്ക് ഒളിപ്പിച്ചു വെക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഷീ ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം മൈ ഫേസ് വെരി സൂൺ. സോ അങ്ങനെ ഒരുപാട് നേരം ഒന്നും എന്തെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ തന്നെ ചോദിക്കാം, എന്താണ് കുഴപ്പം, എന്താണ് കാര്യം. That is something, you know. Definitely she'll be knowing. +2 കഴിഞ്ഞപ്പോൾ മുതലുള്ള സ്നേഹമല്ലേ. അപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചൊക്കെ നേരത്തെ സംസാരിക്കണ്ടായി. സോ ഹൗ ഡു യു ഗ്രേഡ് യുവർ കോമ്പറ്റീറ്റേഴ്സ്? ഡു യു ഫൈൻഡ് എനി കോമ്പറ്റീറ്റേഴ്സ്? ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറഞ്ഞതിന് തുല്യമായിരിക്കും. ഞാൻ വന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ദിലീപ് ആയിരുന്നെങ്കിൽ പോലും ദിലീപിന്റെ ഒരു ജോണർ വേറെ ആയിരുന്നു, ഹ്യൂമറും അങ്ങനത്തെ സംഭവങ്ങൾ. ഞാൻ കോളേജ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം രാജു, ജയസൂര്യ, ഇന്ദ്രജിത്ത്, അതിനുശേഷം ആസിഫ് അലി, ദുൽഖർ, അപ്പൊ അങ്ങനത്തെ ഒരു ന്യൂ ജനറേഷൻ, വെരി വെരി ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും I am still regarded as a romantic hero. That is yeah, I think that is because of your smile. അപ്പൊ ഞാൻ ഏകദേശം 9 ക്യാമ്പസ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതില് 7 സിനിമകളോളം വൻ വിജയങ്ങളുമായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഡോക്ടർ ലവ് ഉൾപ്പെടെ. പക്ഷെ അതിൽ ഞാൻ ക്യാമ്പസ് സ്റ്റുഡന്റ് ആയിട്ടല്ല അഭിനയിച്ചിട്ടുള്ളത്. ഈവൻ ദെൻ ഇറ്റ് വാസ് എ ഹിറ്റ് ഫിലിം. ഓണ സമയത്ത് ഇറങ്ങിയ സിനിമകളെ ടോപ്പ് ഗ്രോസർ ആൻഡ് വെരി നമ്പർ 1 നൈസ് സോങ്സ് ഓൾസോ. അപ്പൊ അതിനുശേഷം വീണ്ടും കോളേജ് ക്യാമ്പസ് കഥാപാത്രങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇവിടെ ഒരു നരയുണ്ട്, ഇനിയും നിങ്ങൾ പ്ലീസ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സുമായിട്ട് വരരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അങ്ങനെ വരാറുണ്ട്. ആൻഡ് ഒരു പരിധിവരെ ഞാൻ ഐ ടേക്ക് ഇറ്റ് ആസ് എ ക്രെഡിറ്റ്.
Okay. പക്ഷെ വീണ്ടും അതേ ഒരു ഇമേജിൽ തളച്ച് ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഐ ഗോ ഫോർ സംതിങ് മച്ച് മോർ ഔട്ട് ഓഫ് ദ വേ ഫ്രം വാട്ട് ഓൾ ക്യാരക്ടേഴ്സ് ഐ ഹാവ് ഡൺ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്യാമ്പസ് ഓറിയന്റഡ് ഫിലിംസ് വരികയാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും വളരെ നോവലായിട്ടുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. അപ്പൊ ഈ നരയുടെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറയാം, ഒരു ഫേമസ് ആക്ടർ കോട്ടിങ് പറഞ്ഞു പല ആക്ടേഴ്സും അവരുടെ ദേ ഷുഡ് പ്ലേ ദെയർ ഏജ് എന്ന്. സോ വാട്ട് യു തിങ്ക്, അങ്ങനെ ഒരു അപ്രോച്ച് ആണോ? അങ്ങനെ പറഞ്ഞ ആള് എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഒരു 10 കൊല്ലം പരിചയമുള്ള ആളായിരിക്കും. ദേ ഷുഡ് പ്ലേ ദെയർ ഏജ്. ആരെയാണോ പ്രതിപാദിച്ചത് അവര് ഏകദേശം 10-30 വർഷമായിട്ട് സിനിമയിൽ ഉള്ള ആൾക്കാരാണ്. മെയിൻ സ്റ്റേസ് ഓഫ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഈവൻ നൗ. അപ്പോൾ അവരെ ഉപദേശിക്കാൻ മാത്രം ആരും ആയിട്ടില്ല. They have passed all the phases. അവരവരുടെ ചെറുപ്പകാലത്ത് ചെയ്ത ക്യാരക്ടേഴ്സ്, വിജയിപ്പിച്ച ക്യാരക്ടേഴ്സ് ഇപ്പോഴത്തെ ഏത് നടന്മാർക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ സാധിക്കും? എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും, ആർക്കും ചെയ്യാൻ സാധിക്കില്ല. നോട്ട് ഈവൻ പൃഥ്വിരാജ്, നോട്ട് ഈവൻ മീ, നോട്ട് ഈവൻ ജയസൂര്യ, നോബഡി. ലാൽ സലാമിനെ നെട്ടൂരാൻ മോഹൻലാൽ എത്രാമത്തെ വയസ്സ് ചെയ്തതാണ്? ഭരതം. അമരത്തിലെ അച്ചൂട്ടി, വടക്കൻ ബീരാഗാഥയിലെ ചന്തു, ആർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പല സത്യങ്ങളും നമുക്ക് തുറന്നു പറയാമായിരിക്കും. പക്ഷെ അപ്പോൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ അതിന് പ്രാപ്തരാണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഡയലോഗ് പറയുക, അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. പിന്നെ നമുക്ക് അറിവുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ആ അറിവുകളും അഭിപ്രായങ്ങളും അത് പറയാനായിട്ട് യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും യോഗ്യതയുള്ള ആൾക്കാരെ പറ്റിയാണോ പറയുന്നത് ഒന്ന് ഒരു വീണ്ടും വിചാരം ചെയ്തിട്ട് പറയുക. കാരണം ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്നെക്കാളും അത് നല്ല രീതിയിൽ പറയാനായിട്ട് അർഹതയുള്ള പലരും ഉണ്ടായിരിക്കും. അവർ പറഞ്ഞിട്ടില്ലാത്തൊരു സമയത്ത് ഞാൻ അത് കയറി പറയാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ചൈൽഡിഷ്, വെരി ഇമ്മച്യൂർ. പിന്നെ ഈ പ്രായത്തിലേക്ക് അങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയാൻ പറ്റുള്ളൂ. So it is like just like that. Childish and boyish pranks. പ്രായത്തിന്റെ അത്രേ ഉള്ളൂ. അത് വീണ്ടും പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരുമായിരിക്കും. അങ്ങനെ ചിരിക്കാൻ സാധിക്കണം. അപ്പോഴേ you will mature as a man. You should laugh at your own mistakes. Coming back to your own films. So, ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? ആദ്യത്തെ സിനിമ എന്തുകൊണ്ടും മനസ്സിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. പക്ഷെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സിനിമ കൂടിയാണ്. ആ സിനിമയുടെ കഥയുടെ ഒരു മെറിറ്റിൽ മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിജയിച്ചൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എന്നെ ഒരു നല്ലൊരു നടൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ച സിനിമ എന്ന് പറയുന്നത് ഈ സ്നേഹതീരത്ത്. അതിനാണ് എനിക്ക് സ്പെഷ്യൽ ജൂറി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, കസ്തൂരിമാൻ. പിന്നീട് രണ്ടാം വരവില് ഓൾമോസ്റ്റ് ഓൾ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഫിലിംസ് ആർ ക്ലോസ് ടു മൈ ഹാർട്ട്. ഗുലുമാലാണെങ്കിലും അതിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ഹ്യൂമർ പാറ്റേൺ, എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അനുസരിച്ചുള്ള ഹ്യൂമർ പാറ്റേൺ കിട്ടി. മമ്മി ആൻഡ് മീയില് വീണ്ടും പഴയൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ കോളേജ് ഗൈ ആയിട്ട് വരുന്നു. എൽസമ്മയിലെ പാലുണ്ണ് വളരെ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ, ചേഞ്ച് ഓവർ. ട്രാഫിക്കിലെ ഏബിൾ, സീനിയേഴ്സിലെ റെക്സ് ഇമാനുവൽ, സെവൻസിലെ ശ്യാം, ഡോക്ടർ ലെവലെ വിനയ് ചന്ദ്രൻ, ഓർഡിനറിയിലെ ഇരവി കുട്ടമ്പിള്ള. അതെല്ലാം എൻ്റെ ഈ പറയുന്ന പോലെ രണ്ടാമത്തെ വരവില് മിക്ക കഥാപാത്രങ്ങളും എനിക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണ്. പല ഫേമസ് ആക്ട്രസസ് ലൈക്ക് സ്നേഹ, അസിന്റെ ഒക്കെ ഡെബ്യൂ എന്താ പറയാ ചാക്കോച്ചന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ വൈഗടിയും ഐ ഗെസ് പാർവതി. ഓക്കെ, അപ്പോ എന്താണ് അതിന്റെ ഒരു രഹസ്യം? അവർക്ക് വളരെ ഉന്നത രീതിയിലെത്തി. സോ you think your charm is helping them also? No, not at all. അവരെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ their hard work, their commitment, their confidence, their sincerity towards films. അത്രേ ഉള്ളൂ. കാരണം അസൻ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വലിയൊരു നിലയിൽ എത്തുമെന്ന് ഞാൻ
സ്വപ്നേന വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഈ അടുത്താണ് ഒരു അവാർഡ് ഫംഗ്ഷന് പുള്ളിക്കാരിയാണ് എനിക്ക് യൂത്ത് ഐക്കൺ അവാർഡ് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനായിരുന്നു പുള്ളിക്കാരുടെ ആദ്യത്തെ നായിക. പുള്ളിക്കാരി വളർന്നു വലുതായി ബോംബെ ബോളിവുഡ് ഫിലിംസിലേക്കൊക്കെ പോയി. പക്ഷെ ഈ ചേട്ടനെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ അങ്ങനത്തെ ഒരു നല്ല രീതിയിൽ നല്ല നിലയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനം തോന്നാറുണ്ട്. കാരണം അവരുടെ കൂടെ അഭിനയിച്ചു, അവരുടെ ആദ്യത്തെ സിനിമ എൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഫീൽ പ്രൗഡ്. ഐ എം ഹാപ്പി ഫോർ ദം. Have you ever felt jealous of someone? ഒരുപാട് പേരോട്. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാവരോടും. അത് അങ്ങനെ ഒരാള് അല്ലെങ്കിൽ രണ്ടാള് അങ്ങനെയൊന്നുമല്ല, എല്ലാവരോടും. ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്കയാണെങ്കിലും വേണുചേട്ടനായാലും തിലകൻ ചേട്ടനായാലും അമ്പിളി ചേട്ടനായാലും നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാർ, ശ്രീനേട്ടൻ, ലിസ്റ്റ് ഈസ് എൻലെസ്. അങ്ങനെ അത് ഈ പറഞ്ഞ ആ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ചളമാകും എന്ന് എനിക്ക് ഉറപ്പുള്ള അവസരങ്ങളിൽ എനിക്ക് അവരോട് അസൂയ തോന്നാറുണ്ട്. ധന്യയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താണ് ചെയ്യുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതില് ഉദയയുടെ സിനിമയായിരുന്നു. എന്റെ ഫാദറാണ് പ്രൊഡ്യൂസ് ചെയ്തത്, പാച്ചയ്ക്കാണ് ഡയറക്ട് ചെയ്തത്. അതിലൊരു ചെറിയൊരു സോങ് സീക്വൻസിന്റെ ഇടയിൽ ശ്രീവിദ്യാമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു കിളുന്ത് കൊച്ചു പയ്യനും അല്ല കുട്ടി, ഒരു 3 വയസ്സോ അത്രേ കാണുന്നുള്ളായിരിക്കും. ഒരു ചെറിയൊരു പിള്ളേരെ കളിപ്പിക്കുന്ന ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാം ബ്ലാം ചട്ടണിക്ക ഉപ്പിട്ട മാങ്ങ ഉളംപുളി ഇത്തിരി തിന്നടി പൂച്ചക്കുഞ്ഞെ, ഇതാണ് ഗാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പാച്ചിക്കയുടെ തന്നെ സംവിധാനത്തില് ശ്രീവിദ്യാമ്മയുടെ മകനായിട്ട് വീണ്ടും അഭിനയിക്കുന്നു. അതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. സൂപ്പർ ഹിറ്റ് ആവുന്നു. മറ്റത് ഒരു മെഗാ ഫ്ലോപ്പ് ആണെങ്കിൽ ഇത് സൂപ്പർ മെഗാ ഹിറ്റ് ആണ്. എനിക്ക് അതുപോലെ കഹോന പ്യാലെ ഹൃത്തിക്കാണ് ഫസ്റ്റ് ഫിലിമോട് കൂടി അത്രയും സൂപ്പർ ഹിറ്റ് ആയത്. സൂപ്പർ ഹീറോ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു അങ്ങനെ ഒത്തിരി ആരാധികമാരുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഋതിക് റോഷന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരെ കാണാനും പുള്ളിക്കാരെ ഡാൻസ് അത് പടം ടോട്ടൽ ഒരു കമേഴ്ഷ്യൽ മസാല ഫിലിമിന്റെ എല്ലാ ഫോർമാറ്റും ഇൻഗ്രീഡിയൻസും അതിലുണ്ടായിരുന്നു. അനിയത്ത പ്രാവില് പക്ഷെ അങ്ങനെയല്ല. ഞാൻ വളരെ സോഫ്റ്റ് ആണ്. നല്ല അതിഭീകരമായ ഡാൻസും ഫൈറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. വളരെ ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു ഫേസും കാര്യങ്ങളുമാണ്. പക്ഷെ എന്നിട്ടും അതാണ് ഓരോരുത്തരല്ല. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസ് ഒരു വർഷം പഠിച്ചതിന്റെ സിനിമാറ്റിക് ഡാൻസ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാറുമില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് നല്ല ഗാനങ്ങൾ അത് നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്ന സംവിധായകൻ, കൊറിയോഗ്രാഫർ, ക്യാമറാമാൻ, അപ്പൊ അതൊക്കെ ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. എന്റെ കുറവുകൾ മറച്ചു വെച്ചിട്ട് ആ ഒരു ഡാൻസും ആ ഒരു പാട്ടും എന്ന് പറയുന്നത് വളരെയധികം എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ബ്രേക്ക് ഡാൻസർ ആണെന്ന് ആൾക്കാർ പറയും. പക്ഷെ എനിക്ക് എന്റെ ABCD അറിയില്ല. ഇപ്പോൾ എന്റെ അടുത്ത് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ എന്റെ മുദ്രകൾ പോലും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബട്ട് തിങ്സ് ആർ ഹാപ്പനിങ്. പലരും പല ആക്ടേഴ്സും ഒരു കുറെ കാലം ആക്ട് ചെയ്ത ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും they want to produce something or they want to direct something. So do you have, but you are definitely coming from such a background. അങ്ങനത്തെ എന്തെങ്കിലും future plans? See, film production in the name of Udaya, that will happen. That is definite. Okay. Direction is not in my never, not even dreamt of that. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. Maybe after 10 or 15 years. Okay. Otherwise പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല സംഭവിക്കുന്നത്. ആകസ്മികമായിട്ട് ചില നല്ല കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇഫ് ഡയറക്ഷൻ ഈസ് എ ഗുഡ് തിങ് ടു ഹാപ്പൻ ഇൻ മൈ ലൈഫ്, ഇറ്റ് മൈറ്റ് ഹാപ്പൻ. കുറച്ച് നേരത്തെ ആവുകയാണെങ്കിൽ ഞാൻ ഐ ആം വില്ലിംഗ് ടു ബി എ ഹീറോയിൻ. ഡെഫിനറ്റ്ലി ഇഫ് ദ ക്യാരക്ടർ സ്യൂട്ട്സ് യു. ഒരു ഡോക്ടർ ഡിപ്ലോമാറ്റിക് ആൻസർ. ചാക്കോച്ചനെ കൊണ്ട് വേറൊരു വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് what I noticed was that നമ്മളൊരു 5 ഷാർപ്പ് എന്ന് പറഞ്ഞു, നമ്മൾ ടൈം പറഞ്ഞു, and you were there at that time. അപ്പോൾ യൂഷ്വലി നമ്മൾ സ്റ്റാർസ് ഒരു ജാഡ എന്ന് പറഞ്ഞാൽ we don't expect them for arriving ഒരു 1 hour 2 hour. So how do you happen to manage our time keep ചെയ്യാൻ ആക്ച്വലി? പല ആൾക്കാരും പറയാറുണ്ട് ഇത്രയും പങ്ക്ച്വലാകാൻ പാടില്ല, പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ പാടില്ല വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രാവശ്യം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനുകളിൽ സ്ഥിരമായിട്ട് ഡിലേ ആവുകയാണ്. ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് ഡിലേ ആവുന്നു.
എന്നെ പക്ഷേ 7 മണിക്ക് എന്നെ വിളിച്ചെണിപ്പിച്ച് ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ലൊക്കേഷനിൽ എത്താറുണ്ട്. പക്ഷേ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് ഒരു 10 മണിക്കൊക്കെ ആവും. ഇതിങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം മാർക്കറ്റ് ഒരു പണി കൊടുക്കണം. രാവിലെ 7 മണിക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും. 10 മണിയാകുമ്പോഴേ ഞാൻ ഇറങ്ങിയുള്ളൂ. എന്നിട്ട് 11 മണിക്ക് ഞാൻ മേക്കപ്പ് ചെയ്തുള്ളൂ. എന്നിട്ടും ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതോടെ ഞാൻ ആ പണി മതിയാക്കി. എനിക്ക് പറ്റിയ പണിയില്ല അത്. പിന്നെ ഞാൻ ആറ്റിറ്റ്യൂഡിന് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തത്, ഒരു ദിവസം പ്രിയ എന്നോട് പറഞ്ഞു ചാക്കോച്ചൻ ഇങ്ങനെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടാണ്, ആർക്കും ഒരു പേടിയില്ല, അതാണ് ഇതാണ്. ഞാൻ പറഞ്ഞു ഓഹോ ഒരു കാര്യം ചെയ്യും, ഇന്നും ആറ്റിറ്റ്യൂഡ് ഇടാം. രാവിലെ വിളിക്കുന്നു, ചേട്ടാ 7 മണിക്ക് ഇറങ്ങണം. പറ്റില്ല, 8:30 ആകുമ്പോഴേ ഞാൻ ഇറങ്ങുള്ളൂ. ഓക്കെ. പോകുമ്പോൾ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് എനിക്ക് സെപ്പറേറ്റ് വണ്ടി വേണം. വേറെ കോ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒന്നും ഞാൻ പോയില്ല. എൻ്റെ മേക്കപ്പ് മാൻ, ടച്ചപ്പ്, കോസ്റ്റ്യൂം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാത്രം ആ വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്നു. സെപ്പറേറ്റ് കസേര മാറിയിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് സെപ്പറേറ്റ് പാത്രം, സെപ്പറേറ്റ് ഗ്ലാസ്. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊന്നും ഒരു രുചിയില്ല. ചായക്കൊന്നും അന്ന് വരെ കഴിച്ചേണ്ട ഒരു രുചിയൊന്നും ഒരു വല്ലാത്തൊരു അവസ്ഥ. എന്നാലും നമ്മൾ ബലം വിടുന്നില്ല. ഷോട്ട് സീൻ കൊണ്ടുവരാൻ പറയുന്നു, വായിച്ചു നോക്കുന്നു, എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, ഭയങ്കര സംഭവമായിട്ടൊക്കെ ചോദിക്കുന്നു, എന്താണ് ക്യാമറയുടെ ആംഗിള്, ചെന്ന് നോക്കുന്നു, ഒരു ഷോട്ട് അഭിനയിക്കുന്നു, തിരിച്ചു വന്ന് മോണിറ്ററിൽ വന്നിട്ട് നോക്കുന്നു, ഇത് കുറച്ചുകൂടെ നന്നാക്കാൻ പാടില്ല, ഈ ഷോട്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാം, അങ്ങനത്തെ പല കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ മൊത്തം ഷോ. ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ ഈ ഭക്ഷണത്തിന് പഴയ രുചിയില്ല അപ്പോഴും. അപ്പൊ അന്ന് ഷൂട്ടിങ് കുറച്ച് ലേറ്റായി പോയിക്കൊണ്ടിരിക്കുക. നൈറ്റായി 12 മണി കഴിഞ്ഞു, പാതിരാത്രി 12 മണി കഴിഞ്ഞു, രാത്രി 1 മണിയൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഉറക്കവും ക്ഷീണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാലും ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് കസേരയിലൊക്കെ ബലം പിടിച്ചിങ്ങനെ ഇരിക്കുന്നു, കാലുമേ കാലം കയറ്റി. പ്രിയ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലൊക്കേഷനിൽ ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് ആകുമ്പോൾ ഒരു സംഭവമാണ്. നമ്മുടെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 2 മണിയൊക്കെ ആകുമ്പോൾ ഈ പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡും ജാമും അതുവഴി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞാനിങ്ങനെ വളരെ ബലം പിടിച്ച്, എന്നാൽ ക്ഷീണവും ഒക്കെ ഉണ്ട്, അതൊന്നും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് പ്രൊഡക്ഷൻ ബോയ് ഈ പറയുന്ന ഇതുമായിട്ട് പോകുന്നത്. എന്താണെന്ന് അറിയില്ലേ, ഇത് കണ്ടോടെ ഞാൻ ഹായ് ബ്രെഡും ജാമും എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് എല്ലാവരും നോക്കി. അത്ര നേരം ഞാൻ കാണിച്ച ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ഇല്ലാതെ പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആറ്റിറ്റ്യൂഡ് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അതാണ് എന്റെ മെയിൻ പ്രശ്നം. അപ്പൊ ഞാൻ ശരിക്കും ഈ സിമ്പിൾ ജീവിതത്തിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ കോമൺ മാൻസ് ക്യാരക്ടർ ചെയ്യാൻ, ഈ കഥാപാത്രങ്ങൾ, സാധാരണക്കാരുടെ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ അതായിരിക്കും. ഒരു ചായക്കടയിൽ നിന്നിട്ട് ഒരു തട്ടുകടയിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുക, അവിടെ കൂടെ നിന്ന് സംസാരിക്കുക, ഒരു സാധാരണ കടയിൽ ചെന്നിട്ട് ആൾക്കാരോട് മിങ്കിൾ ചെയ്യുക, അതിലൊന്നും ഒരു അപാകത ഞാൻ കാണുന്നില്ല. കാരണം വി ആർ ഓൾ ഈക്വൽ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ലൈഫില്? പിന്നെ തീർച്ചയായിട്ടും. ഈവൻ ഇപ്പം ഓർഡിനറി ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഒരു ചായക്കടയുണ്ട്, നല്ല പൊറോട്ടയും ബീഫും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ നേരെ ചെന്ന് ഞങ്ങൾ അടുക്കളയിലോട്ടൊക്കെ പോയിട്ട് അവിടെ സാധാരണ അടുപ്പിലൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം ആ ചേട്ടനോട് പറയും പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇത് മതി ഭക്ഷണം. അങ്ങനത്തെ എന്താ പറയാ, അല്ലാതെ അവിടെ ചെന്നിട്ട് യെസ് യു ഹാവ് ലോബ്സ്റ്റർ ടൊമാറ്റോ യു ഹാവ് ഒന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടോ പക്ഷെ ലൈഫിലെ ജാട ഇടായിരുന്നു, ആറ്റിറ്റ്യൂഡ് കാണിക്കായിരുന്നു ചിലരുടെ പെരുമാറ്റങ്ങളും കാണുമ്പോൾ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഏത് രീതിയിലും ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മലയാളം സിനിമ എന്ന് പറയുന്നത് ഉദയ എന്ന് പറയുന്ന ബാനറുമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പാരമ്പര്യം വെച്ചിട്ട് എനിക്ക് ഏത് രീതിയിലും ഐ ക്യാൻ യുനോ ആ രീതിയിൽ എനിക്ക് ബിഹേവ് ചെയ്യാം. പക്ഷെ അതല്ല, ലൈഫ് ഈസ് സംതിങ് എൽസ്. യു ഷുഡ് കീപ് ലൈഫ് സിമ്പിൾ. ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, വലിയ കാര്യങ്ങൾ ആസ്വദിക്കുക. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പൊ പുതിയതായി വരുന്ന പല സ്റ്റാർസും ഇപ്പൊ ലൈക്ക് അവർക്ക് അവരുടെ ഇഗ്നോറൻസ് കൊണ്ടായിരിക്കാം ഇപ്പൊ വലിയ വലിയ ആൾക്കാരെ നമ്മുടെ സെറ്റിൽ വരുമ്പോഴും ഒക്കെ ഒരു they will be just like അവരുടെ ഐപോഡ്, ഐപാഡ്, whatever things they got in their hands അത് വെച്ച് ഇരിക്കുക മാത്രമാണ്. they don't even feel like respecting your elders and stuff. അല്ല, അതൊരു വല്ലാത്തൊരു കാര്യമാണ്. കാരണം
ഈവൻ സിനിമയിൽ ഉള്ള ആളല്ലെങ്കിൽ പോലും ഒരു മുതിർന്ന ആൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ഇനീറ്റ് ചെയ്യുന്ന അക്നോളജ് ചെയ്യുക, സംസാരിക്കുക, അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ബേസിക് മാനേഴ്സ് ആണ്. അത് വീട്ടിൽ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കും, അത്രേ ഉള്ളൂ. Okay. So it was a very amazing journey actually. ഒരു ordinary bus and it was truly extraordinary. I think നമ്മുടെ audience നമ്മുടെ കൂടെ travel ചെയ്ത audience and they must have been very happy. Before winding up, do you have any dream project, dream role in your mind? നത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്കിഷ്ടമുള്ള കുറച്ച് നല്ല സംവിധായകരുടെ സിനിമകളിൽ ഇപ്പം ഇതുവരെ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സംവിധായകരുടെ സിനിമകൾ അഭിനയിക്കാനായിട്ട് താല്പര്യമുണ്ട്. സൂപ്പർ സ്റ്റാർ ഇതിനേക്കാൾ ഉപരി നല്ലൊരു ആക്ടർ എന്നുള്ള നിലയിൽ അറിയപ്പെടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും കിട്ടുന്ന ഒരു ടൈറ്റിലായിട്ടാണ് ഇപ്പം ഒരു തീരെ വിലയില്ലാത്തൊരു ടൈറ്റിലായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ വന്ന ആൾക്ക് പോലും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന രീതിയിൽ അയാളെ പറ്റി ആൾക്കാർ പറയുന്നു. അയാൾക്ക് തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഇതത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കേൾക്കുന്നവർക്ക് ഒരു ചളിപ്പുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് സംതിങ് ഫണ്ണി. അത് അങ്ങനത്തെ രീതിയിൽ മാറ്റിയ, പക്ഷെ നല്ലൊരു നടൻ എന്നുള്ള നിലയിൽ, ഒരു വെരി ഗുഡ് ആക്ടർ എന്നുള്ള നിലയിൽ അറിയപ്പെടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, നല്ല സിനിമകളുടെ ഭാഗമാകുക. So usually, so in these festivals, ipo Onam, Vishu, whatever, like usually they used to be stars allavarum, they used to be, I'm busy in shooting and stuff like that. So how do you actually celebrate it, with the family or in the set? See, ഇപ്പോഴത്തെ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കൂടുതൽ സെലിബ്രേഷൻസും ലൊക്കേഷൻസിലാണ് നടന്നിട്ടുള്ളത്. പക്ഷെ അത് ഈ പറയുന്ന പോലെ എല്ലാവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിലാണെങ്കിൽ വീട്ടുകാർ തന്നെ, പിന്നെ സുഹൃത്തുക്കളോടൊപ്പം. കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ ശരിക്കും ആഘോഷിച്ചത് ഓർഡിനറിയുടെ ലൊക്കേഷനിലാണ്. അത് പക്ഷെ ഒരു റോഡിൽ വെച്ചാണ് എന്റെ കേക്ക് മുറിച്ച്, അത് KSRTC ബസിന്റെ ബാക്ക് ഡ്രോപ്പിൽ. അവിടുത്തെ കുറച്ച് ലോക്കൽ ആൾക്കാരും ഉണ്ടായിരുന്നു. അത് എനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾക്കാർ കൂടുമ്പോൾ നമ്മുടെ സന്തോഷവും കൂടും. Make merry and have lots of people around you while celebrations. ഇപ്പൊ നമ്മളൊരു 4 females ഒന്നിച്ചൊരു മൂവി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി യൂസ് ടു സേ ദാറ്റ് കുറച്ച് ഈഗോ ക്ലാഷസ്, അവർക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. സോ ഇൻ യുവർ 4 friends മൂവി, ഐ മീൻ ഇൻ മെനി മൂവീസ് ഓൾസോ, പിന്നെ 4 friends എസ്പെഷ്യലി 3 other heroes were there with you. So any such ego clashes? Say take an example for seniors. Seniors-ല് എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. ജയറാമേട്ടൻ, ബിജു മേനോൻ, മനോജ് കെ ജയൻ, ഇവരെല്ലാവരും എന്നേക്കാൾ വളരെയധികം സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. കമ്മിങ് ടു സെവൻസ് ഓർ ഡോക്ടർ ലവ്, എന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. കമ്മിങ് ടു 3 Kings, എന്റെ കണ്ടംപററീസ് ആണ്, ഇന്ദ്രിയത്തും ജയസൂരി. അപ്പോൾ എല്ലാ എന്റെ സീനിയേഴ്സും എന്റെ കണ്ടംപററീസും എന്റെ ജൂനിയേഴ്സും ഇവരെല്ലാവരുമായിട്ട് എനിക്ക് നല്ല റാപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് അറ്റ് ഈസ് ഡൂയിങ് ദീസ് റോൾസ് വിത്ത് all these categories of people, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട്. യൂഷ്വലി കണ്ടംപററീസ് ഒരു കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ, ഐ മീൻ നോട്ട് ഇൻ യുവർ മൈൻഡ്, പക്ഷെ ഒരു പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോൾ ഹൂ ഇസ് ബെറ്റർ നമ്മളെപ്പോഴും ഗ്രേഡ് ചെയ്യുമല്ലോ. സോ ലൈക്ക് നെവർ ഫെൽറ്റ് ഒരു ഈഗോ, നെവർ ഫെൽറ്റ് ഒരു ഇല്ല, അങ്ങനെ തോന്നിട്ടില്ല. കാരണം ഐ റേറ്റ് ഇന്ദ്രജിത്ത് എ വെരി ഗുഡ് ആക്ടർ, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് അമംഗ് മൈ കണ്ടംപററീസ്. ഇന്ദ്രജിത്ത് ശരിക്കും രാജുവിനേക്കാളും അല്ലെങ്കിൽ ജയനേക്കാളും എന്നെക്കാളും മികച്ചൊരു നടനാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. So thank you, it was a very amazing chat with you. And അപ്പോൾ എന്തായാലും എനിക്കൊരു ഫിലിം ഓഫർ കിട്ടി ചാക്കോച്ചൻ. ഞാൻ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ വിഷിംഗ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. And സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പക കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പക കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാടി. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പക കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ.